കർണാടകയിലെ മണ്ണിടിച്ചിൽ കുടുങ്ങിയിട്ടുള്ള നമ്മുടെ അർജുന് വേണ്ടിയിട്ട് നമ്മൾ മലയാളികൾ 8ാം ദിവസവും കാത്തിരിക്കുക തന്നെയാണ്. അർജുൻ്റെ ഭാര്യയും സഹോദരിയും ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങളോട് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് നിറകണ്ണുകളോടെ കാണുകയല്ലാതെ മറ്റെന്ത് ചെയ്യാൻ സാധിക്കും? നമുക്കൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് ഒന്നു മാത്രമാണ്, പ്രാർത്ഥിക്കുക എന്നുള്ളത്. അത് നമ്മളെല്ലാവരും തന്നെ ചെയ്തു തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിലും ഇതുപോലും മുതലെടുക്കാൻ നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഒന്നാമത്തെ ആളുകൾ എന്ന് പറയുന്നത് തീവ്ര ചിന്താഗതിക്കാരാണ്. രണ്ടാമത്തെ ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ അന്തം കമ്മികളാണ്. രണ്ട് കൂട്ടരും ഇവിടെ നിറഞ്ഞാടുകയാണ് ഈ ഒരു അവസരത്തിൽ പോലും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു വിഷയം പോലും അവസരമാക്കാൻ ശ്രമിക്കുന്ന കുറേ ഊളകൾ. ഒന്ന് പിണറായിക്ക് വേണ്ടിയിട്ട് സ്തുതി പാടുക, കേരളത്തിലായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. അത് ജനങ്ങൾ ഇവിടെ എന്തു ദുരന്തം നടന്നാലും എന്തു വിഷയം നടന്നാലും ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അതിവിടെ സർക്കാരിൻ്റെ വലിയ മികവായിട്ട് ആരും കരുതണ്ട. അതാരും മാറി വന്നാലും ഇവിടുത്തെ ജനങ്ങൾ എന്ത് വിഷയമുണ്ടായാലും ഒറ്റക്കെട്ടാണ്. ഈ ഒരു വിഷയത്തെ പോലും ഇവിടെ ഒരുപാട് അന്തം കമ്മികൾ പിണറായി ആയിരുന്നെങ്കിൽ മലമറയ്ക്കുമെന്ന് പറയുന്നുണ്ട്. അത്തരം ആളുകൾക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. 2019 ഓഗസ്റ്റ് 8-ാം തീയതി രാത്രി 8 കൂടിയിട്ട് കവളപ്പാറയിലെ ദുരന്തം ഉരുൾപൊട്ടിയത് ഒരു മലയാളിയും ഒരിക്കലും മറക്കില്ല. കവളപ്പാറയിലെ മുത്തപ്പൻ കുന്നിൽ ഉരുള് പൊട്ടിയിട്ട് താഴ്വാരത്തുള്ള വീടുകളിലേക്കായിരുന്നു മണ്ണും സകലതും വന്നിട്ടുണ്ടായിരുന്നത്. 59 പേരാണ് മരണപ്പെട്ടത്. 20 ദിവസത്തെ നീണ്ട രക്ഷാപ്രവർത്തനമായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. 48 ആളുകളെ മൃതദേഹങ്ങൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കി വരുന്ന 11 ആളെ ഇന്നും കിട്ടിയിട്ടില്ല. അവരവിടെ എവിടെയാണ് കിടക്കുന്നത് എന്ന് പോലും അറിയാത്ത നമ്മുടെ കേരളത്തിൽ നിന്ന് കേരളത്തിൻ്റെ ഭരണ മികവുണ്ടെങ്കിൽ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറയുന്ന ആളുകളോട് മലയാളികൾക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കവളപ്പാറയിലെ ദുരന്തം എന്ന് പറയുന്നത്. 11 പേരുടെ മൃതദേഹങ്ങൾ എവിടെയാണെന്ന് ഇന്നും കേരളത്തിലെ സംവിധാനങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു അന്തം കമ്മിയും മറയ്ക്കാൻ നിൽക്കരുത് എന്നാണ് അവരൊക്കെ തന്നെ ഓർമ്മിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ തൊട്ടടുത്ത് തിരുവനന്തപുരത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂ 3 ദിവസമാണ് വെയ്സിൽ അനാഥമായിട്ട് കിടന്നിട്ടുള്ള ജോയി എന്ന വ്യക്തി. അവരും മരണപ്പെട്ടു. ആരുടെ കാരണം കൊണ്ടാണ്? സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ടല്ലേ? അപ്പോൾ എന്ത് ദുരന്തം വന്നാലും അത് മുതലെടുത്ത് പൊക്കിപ്പിടിക്കാൻ കുറെ അന്തം കമ്മികൾ. ഓരോ പ്രളയം വന്നാൽ ഏറ്റവും കൂടുതൽ എന്ത് പ്രളയമോ ദുരന്തോ എന്ത് വിഷയം വന്നാലും ആർമാദിക്കുന്ന ഒരു കൂട്ടരായിട്ട് മാറിയിട്ടുണ്ട് അന്തം കമ്മികൾ. കാരണം എന്താ? അവർക്ക് എന്തെങ്കിലും ഇതുപോലെയുള്ള വിഷയം വന്നാൽ മറ്റെല്ലാം മറന്ന് മലയാളികൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതങ്ങ് മുതലെടുക്കാമെന്നുള്ള കൃത്യമായ ധാരണയാ. അതിനി മുന്നോട്ട് നടക്കില്ല എന്ന് തന്നെയാണ് അന്തം കമ്മികളോട് സകല മലയാളികൾക്കും പറയാനുള്ളത്. മറ്റൊരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട്, തീവ്ര ചിന്താഗതിക്കാരെ. ഈ ഒരു സന്ദർഭത്തിൽ എന്തൊക്കെയാ വിളിച്ച് അമ്പലങ്ങൾ കണ്ടെത്തുന്ന ആളുകൾക്കൊരു ലോറി കണ്ടെത്താൻ സാധിക്കുന്നില്ലേ മണ്ണിനടിയിൽ നിന്ന് എന്നൊക്കെയാ പറയുന്നത്. ആർക്കിയോളജിസ്റ്റുകളേക്ക് ഫോട്ടോ വെച്ചുകൊണ്ട് വലിയ രീതിയിലാണ് അവർ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തേ ഒരു ലോറി കണ്ടെത്താനായില്ലേ? അമ്പലമായിരുന്നെങ്കിൽ കണ്ടെത്തുമായിരുന്നല്ലോ എന്ന് ഈ ഗവേഷകർ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ മാസങ്ങളും വർഷങ്ങളും എടുത്തിട്ടാണ് ഒരു ഗവേഷണം ഓരോരോ കാര്യങ്ങൾ കണ്ടെത്തുക. അതുപോലെ മാസങ്ങളും വർഷങ്ങളും എടുത്തിട്ട് ലോറി കണ്ടെത്തിയാൽ മതിയോ? ഈ തീവ്ര ചിന്താഗതിക്കാർക്കൊന്നും യാതൊരു കഥയുമില്ലേ? ഇത്തരം അവസരം മുതലെടുക്കുന്ന തീവ്ര ചിന്താഗതിക്കാരെ പോസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുന്ന സകല സുബോധമുള്ള ആളുകളും പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യണം. എന്തു തന്നെയായാലും ഒരു കാര്യം പറയാതെ മുന്നോട്ട് പോവാൻ സാധിക്കില്ല. കർണാടകയിൽ ഈ ഒരു അപകടമുണ്ടായ സമയത്ത് തന്നെ കർണാടകയിലെ
കോൺഗ്രസ് സർക്കാർ വളരെ വ്യക്തമായിട്ട് കേരളത്തെയും അതേപോലെ തന്നെ കേന്ദ്രത്തെയും വിവരമറിയിക്കാത്തത് അങ്ങേയറ്റത്തെ ചെറ്റത്തരം തന്നെയാണ് കേരള സർക്കാർ ഈ കർണാടക സർക്കാർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളെ അന്നത്തെ ദിവസം തന്നെ അറിയിച്ചിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല റിസൾട്ട് എന്നുള്ളത് സകല സുബോധമുള്ള ആളുകൾക്കും അറിയാവുന്നതുമാണ്.